കുട്ടേട്ടാ പുട്ടേട്ടാ മൊട്ടയിട്ടാന്ന ഞാനെന്താടി കോഴിയാ? മുട്ടയിട്ടാന്നല്ല കുട്ടേട്ടാ പുട്ടേട്ടാന്ന്. എന്റെ ദൈവമേ, ഇന്നും പുട്ടാണ്. എന്താണ് പുട്ടിന്? എടേ, നിനക്കൊക്കെ ആരെങ്കിലും പുട്ടില് കൈവശം തന്നാക്കിയാണ്? കൈവശം കിട്ടിയ എനിക്കല്ല, നിങ്ങളുടെ അമ്മക്കാണ്. സാധാരണ പുട്ടും കൂട്ടി തിന്നണ പഴത്തിനാണ് വളവ്. ഇത് പഴം നടുവ് നിർത്തിയിരിക്കാണ്. ഈ പുട്ടു നോക്കിയാ വളഞ്ഞിരിക്കാനുള്ള. ഇത്രയും കാലം ഞാൻ നേരെ ചൊവ്വേ ഫുഡ് ഉണ്ടാക്കണില്ലെന്നായിരുന്നു. ഇപ്പൊ ഞാൻ പുട്ടിനെ നേരെ ആക്കണം പോലും. നിങ്ങൾ ഞാൻ കാണിച്ചു തരാം മനുഷ്യ. എന്തിനുള്ള പുറപ്പാടാണ്? എന്തൊക്കെ കാണണം? ഷോ, കിടക്കണ കിടപ്പ് കണ്ട രാപ്പനി പിടിച്ച ആൾക്കാർ മൂടിപ്പോച്ച് കിടക്കണ പോലെ കിടക്കണം. ഇത് കണ്ട? എന്താടി ഇത്? കണ്ടൊഴുകാൻ പോണ ട്രാക്ടറാ? ഇതാണ് ഈ വീട്ടിലെ പുട്ടുകുറ്റി. ഞാൻ വിചാരിച്ചു പോക്കോളാണെന്ന്. ഇതിനകത്ത് ഞാൻ എങ്ങനെ നേരെ ചൊവ്വേ പുട്ടുണ്ടാക്കാനാ? ഇതിനകത്ത് പൊടി നിറച്ച് ഞാൻ വളഞ്ഞു. അപ്പൊ ചുരുക്കി പറഞ്ഞാ പുട്ടുകാണ വരെ നിന്നെ വളച്ചു തുടങ്ങി. ഇത് പറഞ്ഞാണ് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും കൊള്ളാം. ഇന്ന് ഈ പുട്ടുകൂടോ പുട്ടുകുറ്റിയും ഇവിടുന്ന് ഒഴിവാക്കിക്കൊള്ളണം. അയ്യോ, എന്റെ പുട്ടുകൂടം കാണണില്ലല്ലോ. അയ്യോ, എന്റെ ദൈവമേ, എന്റെ പുട്ടുകൂടം കണ്ടാ? എടാ, എന്റെ പുട്ടുകൂടം കണ്ടാന്ന്. അയ്യോ, കുഞ്ഞുനാളിന്റെ ഉത്സവ പറമ്പിൽ തന്നെ കാണാതെ പോയപ്പോ ഇത്രയും വിഷമം ഉണ്ടായിരുന്നില്ലല്ലോ. അന്നേ നിന്റെ അച്ഛനുണ്ടായിരുന്നു എന്റെ കൂടെ. നീ പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ വേറൊരെണ്ണത്തിന് സ്കോപ്പ് ഉണ്ടായിരുന്നു. നിന്റെ അച്ഛന്റെ സ്ഥാനത്താ ഞാനതിന് കാണുന്നത്, അറിയാമോ? എന്ത് കാര്യത്തിന്? നിന്റെ അച്ഛൻ എനിക്ക് ആദ്യമായിട്ട് മേടിച്ചെന്ന സമ്മാനോടാ അത്. അല്ലായിരിക്കണ പുട്ടുകൂട. അയ്യോ, ഇവിടെ ഇരിക്കണം. എന്റെ ദൈവമേ, ഇച്ചിരി നേരം കാണാതെ എന്റെ നെഞ്ചങ്ങ് കത്തിപ്പോയിട്ടാ. അയ്യോ, നെഞ്ചു പൊള്ളിപ്പോയി. ഇതിപ്പോ കാണാതിരുന്നപ്പോഴല്ല, കണ്ടപ്പോഴും പൊള്ളിപ്പോയില്ല. തിളച്ച വെള്ളോടെ അതിനകത്തിരിക്കണം. ആരും ഉണ്ടെന്ന് വെച്ചാലും ഞാൻ വേണ്ടില്ല. ഞാൻ ഒരു കാര്യം പറയാം. ഇന്ന് മുതൽ ഇവിടെ പുട്ടെന്ന് പറഞ്ഞ സാധനം ഉണ്ടാക്കാൻ പാടില്ല. വെറുത്തുപോയി. നീ എന്ത് വർത്താനോടായി പറയണത്? പുട്ടെന്ന് പറയണതേ കേരളത്തിന്റെ ദേശീയ ഭക്ഷണമാണ്. പുട്ടിന്റെ കൂടെ നമുക്ക് എന്തൊക്കെ വിളമ്പാന്നറിയാമോ? പുട്ടെന്താലും, പുട്ടും പയറും, പുട്ടും പപ്പടും, പുട്ടും കടലും, പുട്ടും മീനും, പുട്ടും ബീഫും, പുട്ടും പൊട്ടി, പുട്ടും മുട്ട. നിർത്തിക്ക, സ്റ്റേഷനെത്തി. സാധനം വിളമ്പാൻ പറ്റുന്ന പുട്ടിനെ നീ കുറ്റം പറയണ? നിനക്കാണ് പുട്ടിനെ ഇഷ്ടമില്ലാത്തത്. നിന്റെ അച്ഛന് പുട്ടെന്ന് പറഞ്ഞ ജീവനായിരുന്നു. ഞാൻ ആ ചൂട് പുട്ട് അച്ഛന്റെ പാത്രത്തിലേക്ക് ഇങ്ങോട്ട് കുത്തിയിട്ട് കൊടുക്കുമ്പോ ആ പുട്ടിലേക്ക് നോക്കിട്ട് അച്ഛന്റെ ഒരു പാട്ടുണ്ട്. ചില്ല് വെച്ച കുറ്റിയിൽ നിന്നാവി വരും നേരം പിന്നിൽ നിന്നു കുത്തിയിടും പുട്ടിനെന്തു ചന്തം. ചില്ലിന്റെ മാരയ്ക്കുള്ളിൽ നിരന്നിരിക്കണ കണ്ടാൽ കടലക്കറി കൂട്ടി നിന്നെ കുഴച്ചടിക്കാൻ തോന്നും. അങ്ങനെ ഞാൻ വിളമ്പിക്കൊടുക്കുന്ന ആ കടലക്കറി ചൂട് പുട്ടും കൂടെ കുഴച്ചടിച്ചിട്ടാണ് ആ നാറി നിന്നെ എന്നെ ഇട്ടിട്ട് ആ ലീലയുടെ പുറകെ പോയത്. അന്ന് തുടങ്ങിയ വൈരാഗ്യമാണ് എനിക്ക്. ആ പുട്ടോടെ ഉണ്ടല്ലോ, അടുപ്പത്തോട്ട് വെച്ചിട്ട് തീ കൊളുത്തുമ്പോ ഉണ്ടല്ലോ, അങ്ങനെ മൂട്ടിയിട്ട് തീ കൊളുത്തുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് എനിക്ക്. അതെ, ഈ വീട്ടിലെ നിന്റെ അച്ഛന്റെ സമ്പാദ്യമായിട്ട് ആകെ രണ്ടേ സാധനമേ ഉള്ളൂ. ഒന്ന് നീയും, ഒന്ന് ഈ പുട്ടൂറ്റിയും. ഇതിലേതിന്റെ മുട്ടിയിട്ട് തീ കൊളുത്തണോന്ന് നീ തീരുമാനിക്കും. പിന്നെ പുട്ടൂറ്റി ഇവിടെ ഇരുന്നോട്ടെ. നിനക്കൊക്കെ പുട്ട് തിന്നാൻ തന്നെയാണ് യോഗം. അമ്മക്ക് പിന്നെ അച്ഛൻ ഒരു പുട്ടൂറ്റിയെങ്കിലും മേടിച്ചു കൊടുത്തു. നിങ്ങൾ എനിക്കൊരു കറച്ചട്ടെങ്കിലും മേടിച്ചു തരുമോ? എന്നിട്ട് വേണം നിനക്ക് എന്റെ മൂട്ടി തീ കൊടുത്തിട്ട് ആ കരിവാരി തീ എന്റെ മുഖത്ത് കേൾക്കാനല്ലേ? പഴയ പാത്രങ്ങൾ, സ്റ്റീൽ പാത്രങ്ങൾ, പഴയ കുപ്പി, പ്ലാസ്റ്റിക് കൊടുക്കാനുണ്ടോ ചേട്ടാ? അതെ, ഇവിടെ ഉണ്ട്. ഭാഷ എന്നാണ് പേര്? இல்ல சார், இங்க வந்ததுக்கு அப்புறம் பாஷை பயங்கர ப்ராப்ளம். நான் சொல்றது உங்களுக்கும் புரியல, நீங்கள் പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. அதனால ഭാഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് ഭാഷ. ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ പറഞ്ഞാ മതി. പഴയ സാധനങ്ങൾ കൊടുക്കാനുണ്ടോ ചേട്ടാ? ഏത് വേണമെങ്കിലും എടുക്കും. പഴയതെന്ന് പറയാനില്ല, ഇത്തിരി പുതിയതാണ്. ഒരു പുട്ടോടുണ്ട്, അത് വേണമെങ്കിൽ എടുത്തോ. ഇതാ പുതുസ്. ഇത് എപ്പടി വളച്ചത്? അത് ഞാൻ വളച്ചതാണ്. നീ വേണമെങ്കിൽ അത് കൊണ്ടോക്കോ. ഓക്കെ ചേട്ടാ, ഇതൊക്കെ എണ്ണ വേണം உங்களுக்கு? പൈസ ഒന്നും വേണ്ട, നീ കൊണ്ടോക്കോ. அது முடியாது சார். காசு கொடுக்காம இது வாங்க மாட்டேன். கச்சவடம்னா சத்தியம், நீதி, தர்மம், நேர்மை. അത്രയൊക്കെ ഉണ്ടാ? എന്നാ നീ ഒരു വില പറ. இதுக்கு வந்து ஒரு 15 രൂപ കൊടുപ്പേ. 15 രൂപ എന്റെ പട്ടി തരുമോ? ഇത് കാശ് വേണ്ടെന്ന് മുതലേ ചൊല്ലിട്ട് അപ്പൊ നീയല്ലേ പൈസ തരാന്ന് പറഞ്ഞത്. തരുമ്പോ ഇത്തിരി വിലക്ക് താടാ. 30 രൂപ. 30 രൂപ കൊടുക്കങ്ങോട്ട്. 30. ஓகே, 30க்கு டீல் ஃபிக்ஸ் பண்ணிட்டேன். ഓക്കെ சார் இது புடி. இது வந்து 200 rupees சேஞ்ச் இல்ல, 170 பாக்கி கொடுங்க.
170 രൂപ എടുത്തു കൊടുത്തേ. വല്ലതും തന്നേപ്പിച്ചിട്ടുണ്ടാ? പിന്നെ ഈ 200 രൂപക്ക് ഞാനിതിപ്പോ എവിടെന്ന് ചെയ്യും? ഞാനെവിടെ നിന്ന് തരാം? അല്ല നീയായിരുന്നാ? നീയായിരുന്ന എടാ, നീ എനിക്കൊരു 500 രൂപ തരാനില്ലേ? അതിൽ 200 രൂപ ഞാൻ എടുത്ത് ബാക്കി 300 നീ എപ്പ തരും? ഇത് എന്റെ പൈസ അല്ല, ഞാൻ അവന്റെ മേടിച്ചാണെന്ന്. എന്റെ ദൈവമേ, ഈ പാവം പിടിച്ച ആക്രിക്കാരനെ എന്ന് വരെ നീ കടം മേടിക്കാൻ തുടങ്ങിയ? കടം മേടിച്ചതല്ല, ആ കുടം കൊടുത്തപ്പോ കിട്ടിയ പൈസ അത്. എന്നാലും എനിക്ക് എന്റെ കാശ് കിട്ടണം. അപ്പൊ ഇത് 170 രൂപ കൊടുക്കണമല്ലോ. ഞാനിപ്പോ സാർ 170 கூட எனக்கு நிறைய വേല இருக்கு. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ബാങ്കിൽ കണക്കെഴുതാൻ പെറുക്കി കൊടുത്താ പോരെ? ബാക്കിയുള്ള പൈസക്ക് അന്നേ ഇങ്ങ 170 രൂപ തരണ്ടമാ. അതിന് പകരം കുറച്ച് ആക്ക് സാധനങ്ങൾ തരട്ടുമാ. കൊണ്ടാട്ടി പാങ്കടി പെറുക്കടി പെറുക്ക്. ഉണക്കം. வீட்டுல ஏதாவது பழைய சாதனங்கள் இருக்கா? பழையதெல்லாம் எடுக்கு சார். പഴയതെടുക്കുവാ? பழையதெல்லாம் എടുക്കും. ആണാ? എന്നാ ദേ പിടിച്ചോ. താനാരാന്ന് തനിക്കറിയാൻ പാടില്ലെങ്കിൽ താൻ എന്നോട് ചോദിക്കും. അപ്പൊ ഞാൻ പറഞ്ഞത് താനാരാന്ന് ഞാനാരാ. என்ன സാർ ഇത്? പിന്നെ പഴയതെടുക്കൂന്ന് പറഞ്ഞു. ഇതാ പഴസ്. പുതിയതാണാ? എനിക്ക് ഇതിലും പഴയതുണ്ട്. താമരശ്ശേരി ചുരം. എന്റെ കുടുംബത്തിട്ട് കാർക്കിച്ചു തുപ്പുന്നോടാ നാറി. இந்த புட்டோட தமிழ்நாட்டுல கொடுத்து நான் கோடிகளை சம்பாதிப்பேன். അമ്മ ഞാൻ കട്ടെടുത്തതല്ലേ, കാശ് കൊടുത്ത് മേടിച്ചത്. ആ ചേട്ടൻ്റെ കയ്യിൽ കാശുണ്ട്. എന്റെ കുടുംബത്തെ സാധനം വെക്കാൻ നിന്നോടാരാണ് പറഞ്ഞത്? ഞാൻ നിങ്ങളുടെ പുന്നാര മോൻ തന്നെ വിറ്റത്. നിന്റെ അച്ഛനെ വെക്കാൻ നോക്കുന്നടാ നീ. അച്ഛനെ ഞാൻ വിറ്റാലും ഇപ്പൊ അച്ഛൻ നമ്മുടെ കയ്യിൽ തന്നെ വന്നില്ലേ? സാമദ്രോഹി. ഇത് പിടിച്ചേ, 170 രൂപക്ക് ഇതങ്ങടെ വട്ടൊത്തിച്ചേ. ഇതെന്റെ മുറ്റത്ത് കിടന്ന പാത്രമല്ല, ഇതെന്റെ പാത്രമാണല്ലോ ഇത്. ഞങ്ങള് പെറുക്കി പെറുക്കി വന്നപ്പോ അതിര് കടന്നു പോയി. അതിന്റെ ഇടയ്ക്കൊരു മതിലുണ്ടായിരുന്നല്ല. അത് ഞാനിത് ഇത് എന്റെ പാത്രം, ഇതൊന്നും എടുക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. എന്റെ പ്രോപ്പർട്ടി ആയത്. സാർ 170 രൂപ കൊടു സാർ, എനിക്ക് നിറയെ വേല ഇருக்கு സാർ. അതാ പിന്നെ ഇതെടുത്തോ? അച്ഛന്റെ ചിതാഭസ്മോണിത്. എന്തോരം കേസ് പറഞ്ഞിട്ടാ ലീലയുടെ കയ്യിൽ നിന്ന് ഞാൻ മേടിച്ചെന്നറിയാമോ? അപ്പൊ അച്ഛനോട് സ്നേഹമുണ്ട്. അയ്യോ, സ്നേഹം കൊണ്ടൊന്നുമല്ല. ഇത് അവളുടെ കയ്യിലിരുന്നാലേ ഏതെങ്കിലും പുണ്യ നദി കൊണ്ട് ഒഴുക്കും. നിന്റെ അച്ഛന് അത്രക്ക് പുണ്യം വേണ്ട. ഇവിടെ കിടന്ന് നരകിക്കണം. ഇതെന്നും മൂടി തുറന്നിട്ട് 2 സ്പൂൺ പഞ്ചസാര ഞാൻ അതിനകത്തിട്ട് വെക്കും. അതെന്ത് കാര്യത്തിന്? ഉറുമ്പരിച്ചിട്ട് ചൊറിഞ്ഞ് ചൊറിഞ്ഞ് നരകിക്കണം ഇവിടെ കിടന്ന്. സാറേ, അമ്മ വന്ന് സൈക്കോവാ? അയ്യോ, അവൻ ചോദിച്ച കേട്ടില്ല ഞാൻ സൈക്കോയാണോന്ന്. അമ്മ സൈക്കോ അല്ലേ? അമ്മനെ ഞങ്ങളെല്ലാവരും സഹിക്കല്ലേ? എനിക്ക് പോണേ സാർ. എന്താണ് ഈ പറയണത്? അവന്റെ ഞാൻ കുറച്ച് പൈസ മേടിച്ചിട്ടുണ്ട്, അത് കൊടുക്കണം. എന്റെ ദൈവമേ, തമിഴ്നാട്ടിൽ നീ കടം വരുത്തി വെച്ചാ? കടം വരുത്തി വെച്ചതല്ല, ഞാനിപ്പോ അമ്മയുടെ അച്ഛനെ കൊടുത്തില്ലേ, അപ്പൊ അത് ഞാൻ രക്ഷിച്ച് അമ്മക്ക് തന്നില്ലേ. അപ്പൊ ഇനി അമ്മ എന്റെ ഒന്ന് രക്ഷിക്കുക. അവര് കുറച്ച് പൈസ കൊടുക്കാറുണ്ട്, എന്തെങ്കിലും എടുത്തു കൊടുക്കാൻ നോക്ക്. അതിനിവിടെ ഒരു ഓട്ടുപാത്രം ഇരിപ്പുണ്ട്, അത് ഞാൻ കൊണ്ടുതരാം. ഓട്ടുപാത്രം? അപ്പൊ 170 നിൽക്കൂല. ഈ വീട്ടിൽ എവിടെയാണ് ഓട്ടുപാത്രം? എവിടെ നിന്നെങ്കിലും എടുത്തോണ്ട് വരട്ടെ. പാത്രം എടുത്തിട്ട് കാശ് എന്റെ തന്നാ മതി കേട്ടാ. അത് കാര്യത്തിന് നിന്റെ തന്നാ എനിക്ക് കിട്ടാൻ താമസിക്കും. ഇതെന്നത്? ഇന്നാ ഓട്ടുപാത്രം എന്ന് പറഞ്ഞിട്ട് ഇത് മരപ്പറ്റിയാണല്ലോ. എടാ, ഇതാണ് ഞങ്ങളൊക്കെ പണ്ട് ഓട്ടിയെത്തിരുന്ന പാത്രം, ഓട്ടുപാത്രം. എന്റെ ദൈവമേ, ഇത് ബാലറ്റ് വെട്ടിയല്ലേ? ആ 97 ഇലക്ഷനെ ഇവന്റെ അച്ഛൻ ഇലക്ഷൻ വർക്കിന് പോയപ്പോ കൊണ്ടുതന്നതാ. 97 ഇവിടെ നടന്ന ഇലക്ഷന് മോഷണം പോയ ബാലറ്റ് വെട്ടിയാണിത്. ഇതിന്റെ പേരിൽ എന്തെല്ലാം പ്രശ്നമാണ് നടന്നത്. റീ ഇലക്ഷൻ നടത്തേണ്ടി വന്ന് സർക്കാരിന് എത്ര കോടി രൂപയാണ് നഷ്ടം. ഇതിനൊരു തുമ്പ് കാണിച്ചു കൊടുത്താലുണ്ടല്ല, ഇപ്പോഴും കിട്ടും 10 ലക്ഷം രൂപ. എന്റെ അമ്മേ, ഈ എന്തൊക്കെയാണ് ഈ കാണിച്ചു വെച്ചാക്കണേ? എല്ലാ നൂലാമാല എടുത്ത് തലയിൽ കയറ്റി വെച്ചാക്കാണ്. അമ്മ ഞങ്ങള് കൊലക്ക് കൊടുക്കും. അമ്മേ, ഞാനല്ല ഇവന്റെ അച്ഛനാണ്. പച്ചന് സൈക്കോ ഇരുന്നാ അമ്മേനെ ഞാൻ നോക്കാം. എന്നാ സാർ ഇത്? ഇത് വയസ്സായ ആളല്ലേ, അങ്ങനെ വഴക്ക് പറയുന്നത് അവർക്ക് വിഷമാവല്ലേ? പറയട്ടെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ അമ്മ എനിക്ക് താ സാർ. എനിക്ക് അമ്മയില്ല സാർ, ഞാൻ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോയി വളർത്തിക്കോളാം. ഈ ഇതുവാത്താണോ ഈ പറയണത്? എന്നാ സാർ? എന്റെ അമ്മയുടെ ഞങ്ങൾ അമ്മയും മക്കളും പലതും പറയും. എന്ന് പറഞ്ഞിട്ട് എന്റെ അമ്മ ഇരിക്കാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചാ? പൈസ ഇത്ര ചോദിപ്പിക്കില്ല, പൈസ ഞാൻ വരൂല്ലോ. അല്ല പിന്നെ കേട്ടാമ്മ അവൻ പറഞ്ഞത് അമ്മനെ അവന് വിട്ടുകൊടുക്കാൻ. ഞാൻ പേടിച്ചു പോയടാ. അമ്മ മേടിക്കണെന്തിനാണ്? ഞാൻ അങ്ങനെ ചെയ്യൂല. പോലീസിനെ വിളിക്കടാ. എന്തിനാണ് പോലീസിനെ വിളിക്കണത്? എടാ, 10 ലക്ഷം രൂപ മുതലാണായി നിൽക്കണത്.